എന്നോട് ഷുവർ പ്രോസസ്സിങ് നമ്മൾ എക്സാം കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാവുന്നു. സോ ഐ എം ഡോക്ടർ ഷംന ജനറൽ ഡെന്റിസ്റ്റ് വർക്കിംഗ് ഇൻ ദുബായ്. ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽസ്, വെൽക്കം. അതർവൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത് നമ്മൾ യു എയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ളതാണ്. ബിക്കോസ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് യു എയിലുള്ള അറ്റ് എ ടൈം അവർ വിളിക്കുന്ന ആ സമയത്ത് യു എയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ കുറേ സ്ഥലത്തേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് 2-3 സ്ഥലത്ത് നിന്ന് ഇൻ്റർവ്യൂ കോൾസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാനിവിടെ വരാനുള്ള പ്ലാൻ ആയിട്ടുണ്ടായിരുന്നില്ല. സോ ആ പോസ്റ്റിലേക്കൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ജോയിൻ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ അവിടെ മേ ബി ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ മേ ബി ഐ ആം ഗെറ്റ് ഹയർഡ്. പറയാൻ പറ്റില്ല. ബട്ട് നമുക്കത് വിധിച്ചിട്ടില്ലാന്ന് വിചാരിക്കണം. ബിക്കോസ് ഞാൻ ആ സമയത്ത് പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ നിങ്ങളങ്ങനെ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ആസ് ഏർലി ആസ് പോസിബിൾ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ബിക്കോസ് ഓപ്പർച്യൂണിറ്റീസ് അത് നമ്മൾ കറക്റ്റ് ടൈമിൽ അവിടെ ഉണ്ടാവണം എന്നുള്ളത്. ഡെൻറ്റിസ്റ്റ് സാച്ചുറേറ്റഡ് ആണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാറുണ്ട്, ഡെൻറ്റിസ്റ്റ് സാച്ചുറേറ്റഡ് അല്ല, നമ്മൾ ജോബ് കണ്ടെത്തി എടുക്കുന്നതിലാണ് കാര്യങ്ങൾ. അതങ്ങനെ തന്നെയാണെങ്കിലും ഇവിടെ നല്ല കോമ്പറ്റീഷനാണ്. സോ നമ്മൾ ആ പോസ്റ്റിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ബെറ്ററായിട്ട് നമ്മൾ എത്തുക, അല്ലെങ്കിൽ നമ്മൾക്ക് ആ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അതിന് കാര്യമില്ല. സോ ആസ് വെൽ ആസ് പോസിബിൾ മൂവ് ടു ഷിഫ്റ്റ് ടു ദുബായ് അല്ലെങ്കിൽ യു എ. ഇറ്റ്സ് ബെറ്റർ. പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ലൊരു ATS ഫ്രണ്ട്ലി CV. ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് CVക്ക്. ബിക്കോസ് ചില സ്ഥലത്തൊക്കെ ആ ഒരു സിസ്റ്റം വെച്ചാണ് നമ്മളെ സെലക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV, നമ്മളെ റീസെൻറ്റ് എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷൻസും എല്ലാം ആഡ് ചെയ്തിട്ട് ഒരു ബെറ്റർ CV. നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് കൊടുക്കണമെന്നില്ല, ബട്ട് വിസ സ്റ്റാറ്റസും നമ്മളെ ലൈസൻസ് ഡീറ്റെയിൽസും ഒക്കെ കൊടുത്താൽ ഇറ്റ്സ് വിൽ ബി സ്റ്റാൻഡിങ് ഔട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു CV പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതൊക്കെ നാട്ടിൽ ചെയ്യാം. പിന്നെ നമുക്ക് നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ആരെങ്കിലും ഉള്ളവരാണെങ്കിൽ നമ്പർ ഓൾറെഡി എടുത്തിട്ട് ആഡ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് പ്രിൻ്റ് എടുത്തിട്ട് കയ്യിൽ വെക്കാം. നമ്മൾ ഇൻ്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ മിക്കവാറും ചില സ്ഥലത്തൊക്കെ അവർ നമ്മൾ കൊടുക്കുന്ന CV അവർ പ്രിൻ്റ് ഔട്ട് എടുത്ത് എടുക്കുന്നതിലും ചില സ്ഥലത്തൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട് പ്രിൻ്റ്. അല്ലെങ്കിൽ ഇഫ് യു ആർ പ്ലാനിങ് ടു വിസിറ്റ് dental clinics and dropping CV also, you need to keep up with your CVs always. So like that. Then നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നാട്ടിൽ നിന്ന് ചെയ്യേണ്ട ഒരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, മൂന്നാമത്തേത് പറയുന്നത് ലിങ്ക്ഡിൻ അപ്ഡേറ്റ് ആയിട്ട് വെക്കുക. ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഇതുവരെ ലിങ്ക്ഡിൻ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാത്തതാണെങ്കിൽ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളെ പോസ്റ്റ്, അതായത് നിങ്ങൾ മാക്സിമം എൻഗേജ് ചെയ്യുക നിങ്ങളെ കണ്ടൻസ് കൊണ്ട്. നിങ്ങൾ ചെയ്യുന്ന വർക്ക്സ് ആയാലും നിങ്ങൾക്ക് ഡെൻ്റലി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കണ്ടൻസ് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്തിട്ടും മാക്സിമം എൻഗേജ് ചെയ്യുക. അങ്ങനെ കണക്ഷൻസ് ബിൽഡ് ചെയ്യുക, നെറ്റ്വർക്ക് ചെയ്യുക. മാക്സിമം കണക്ഷൻസ് ഉണ്ടാക്കുന്നതിലൂടെ മാക്സിമം ചാൻസസ് വരുന്നുണ്ട്. ദുബായ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഹയറിങ് നടക്കുന്നത് റെഫറൻസോ, അതായത് ഇൻറ്റേർണൽ റെഫറൻസ് ആണ് കൂടുതൽ നടക്കുന്നത്. കുറച്ചെങ്കിലും ചാൻസ് കിട്ടുന്നത് നമുക്ക് ഈ ഒരു കണക്ഷൻസും നെറ്റ്വർക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണ്. അല്ലാതെ നമ്മൾ അറിയാതെയാണ് മിക്കവാറും ക്ലിനിക്സ് അല്ലെങ്കിൽ മിക്കവാറും മെഡിക്കൽ സെൻറ്റേഴ്സ്, കുറച്ച് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ക്ലിനിക്സ് ഒക്കെ ഹയറിങ് ചെയ്യുന്നത് ഇൻറ്റേർണൽ റെഫറൽ വഴിയാണ്. അത് നമ്മൾ അറിയ പോലും ഇല്ല അവർക്ക് ഒരു പോസ്റ്റ് ഒഴിവുണ്ടായിരുന്നു അല്ലെങ്കിൽ വന്നത്. അതും അല്ലാത്ത കുറച്ച് ക്ലിനിക്സിൻ്റെയും മെഡിക്കൽ സെൻറ്റേഴ്സിൻ്റെയും അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൻ്റെ ഒക്കെയാണ് നമുക്ക് ഇൻ്റർവ്യൂവിലും ലിങ്ക്ഡിനും ഒക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. പിന്നെ മാക്സിമം കണക്ഷൻസ് ഉണ്ടാക്കുക. മാക്സിമം ഇവിടെയുള്ള ഹെൽത്ത് കെയർ സെക്ടറിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ ലിങ്ക്ഡിനിലോ വഴിയായിട്ടോ ഒക്കെ ആയിട്ട് കോൺടാക്റ്റ് കണക്ഷൻസ് ബിൽഡ് ചെയ്ത് വെക്കുക. അത് നമുക്ക് എന്തായാലും ഹെൽപ്പ് ചെയ്യും. ഒന്നില്ലെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യും എപ്പോഴെങ്കിലും ആയിട്ട്. അങ്ങനെ മാക്സിമം എൻഗേജ് ചെയ്തൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ അതും നമുക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൊരു ചാൻസാണ്. അത് നമ്മളെ ലിങ്ക്ഡിൻ പ്രൊഫൈലൊക്കെ ഈ ഒരു CVയിൽ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ചെയ്യണമെന്ന് വെച്ചാൽ ഇൻഡീഡ്, നോക്കറി ഗൾഫ്, ബേറ്റ്, പിന്നെ ലിങ്ക്ഡിൻ, ഇങ്ങനെയുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും മാക്സിമം ആക്റ്റീവ് ആയിട്ടിരിക്കുക. എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടോ നോക്കുക, അതിൽ മാക്സിമം അപ്പം തന്നെ അപ്ലൈ ചെയ്യുക. പിന്നെ കോൾഡ് റെസ്പോൺസിങ് അത് ഓൾവേസ് എഫക്റ്റ് ചെയ്യും. അതായത് കോൾഡ് മെയിൽ ഒരൊറ്റ പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ട് വേസ്റ്റ് നോക്കി നിൽക്കാതെ കറക്റ്റ് ടൈമിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കുക. അപ്പോൾ നമുക്കതിനനുസരിച്ച് പിന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. നമ്മളൊരു മെയിൽ ചെയ്തു അതിന് വേണ്ടിയിട്ട് കുറേ ടൈം വെയിറ്റ് ചെയ്യാതെ നമ്മളതിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേ നിൽക്കുക. അറ്റ്ലീസ്റ്റ് വിളിക്കും. സോ അതിന് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് പോവുക, മാക്സിമം പ്രിപ്പയർഡ് ആയിട്ട് പോവുക. ഇവിടെയൊക്കെ നമ്മളൊരു പ്രൊഫഷണൽ അറ്റയറിൽ തന്നെയാണ് പോകേണ്ടത്. സോ അതൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോഴേ കൊണ്ടുവരുന്നത് വളരെ നന്നായിരിക്കും, എന്നാലേ നമുക്ക് ഓക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ അതിന് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. സോ ഇൻ്റർവ്യൂസൊക്കെ എപ്പോഴും വരുന്നു പ്രതീക്ഷിച്ചിട്ട് നിൽക്കുക. സോ ഇൻ്റർവ്യൂസിന് പോകുമ്പോൾ പ്രൊഫഷണൽ അറ്റയറിൽ പോവുക. അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ നോക്കുക. പിന്നെ മാക്സിമം ആ ഒരു എന്തൊക്കെയായിരിക്കും ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു ഇതുണ്ടല്ലോ. ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ മാക്സിമം നമ്മൾ ആ ഒരു പ്രൊഫഷണൽ അറ്റയറിലും പ്രൊഫഷണൽ മാനേഴ്സിലും പോയിട്ട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ നോക്കാം. നമ്മളൊരു ആറ്റിറ്റ്യൂഡും പോസിറ്റീവായിട്ടുള്ളൊരു വൈബും ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിലൂടെ തന്നെ നമുക്ക് ചാൻസസ് വരും. പിന്നെ നമ്മൾ മാക്സിമം ടെൻഷനൊക്കെ ഒഴിവാക്കി വെച്ചിട്ട് ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്താൽ തന്നെ നമ്മളൊരു
ഒരു കോൺഫിഡൻസ് ലെവൽ തന്നെ ബൂസ്റ്റ് ചെയ്യാനും നമുക്കത് അവരിലേക്ക് എത്തിക്കാനും കൂടി ചാൻസ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂസ് എങ്കിലും കിട്ടാനുള്ളത് ഒരു രീതിയിലേക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലേക്ക്. പിന്നെ ഇപ്പോൾ ലിങ്ക്ഡിനും ഡേറ്റും ഇതൊന്നും അല്ലാതെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാംസിലും പിന്നെ ഫേസ്ബുക്ക് ഗ്രൂപ്പ്സിലും ഒക്കെ വേക്കൻസി വരുന്ന ടൈം ഉണ്ടാവാറുണ്ട്. സോ അതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ മാക്സിമം നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ഒക്കെ ഡെൻറ്റിസ്റ്റുകളോ അല്ലെങ്കിൽ ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ട് നിൽക്കുക. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, കൂടുതലായും ഇൻറ്റേർണലിയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത്. സോ നമ്മളും ഇൻറ്റേർണലി റെഫറൻസ് ഒക്കെ നോക്കി നടക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം ഈസി. ബിക്കോസ് ഡെൻറ്റിസ്ട്രി ഇവിടെ ഇപ്പോൾ ഒരു ഭയങ്കര കോമ്പറ്റേറ്റീവ് ഫീൽഡായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. സോ നമ്മളും അതേ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിൽ ഇത് എടുക്കാം. അപ്പോൾ ഓക്കെ, ബൈ.